കോഴിക്കോട് നിന്ന് ഇംതിയാസ്. ഇംതിയാസ്, ഭൂരിഭാഗം ജീവനക്കാരും പണിമുടക്കിലാണോ അതോ വലിയ തടസ്സമില്ലാതെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സ്ഥിതിയാണോ? കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുൻപിലാണ് ഞാനിപ്പോൾ. അതായത് നേരത്തെ 9 മണി സമയത്ത് ഇവിടെ വന്നിരുന്ന സമയത്ത് അത്രത്തോളം സമരത്തിലൊന്നും ആളുകളുടെ പങ്കാളിത്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ സമരത്തിൽ ഇപ്പൊ ജോയിന്റ് കൗൺസിലിന്റെ ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അത്യാവശ്യം പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് സിവിൽ സ്റ്റേഷൻ ഗേറ്റിന് മുൻവശത്തായിട്ട് ഒരു ഭാഗത്ത് ജോയിന്റ് കൗൺസിലിന്റെ ആളുകളും അതുപോലെ തന്നെ സെറ്റോയുടെ ആളുകൾ മറ്റൊരു ഭാഗത്തുമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഈ സമരക്കാർ നിൽക്കുന്നത് തന്നെ ഈ കവാടത്തിന്റെ നേരെ മുൻവശത്തായതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പക്ഷേ, അതായത് ഉദ്യോഗസ്ഥർക്ക് ഒരു പക്ഷെ അകത്തേക്ക് നടന്നു പോകാനുള്ള ഒരു തടസ്സം നേരത്തെ തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസും അതുപോലെ തന്നെ സമരക്കാരും തമ്മിൽ ചെറിയ രീതിയിൽ വാക്കുതർക്കം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. കാരണം ഒരു വഴിമുടക്കിയുള്ള സമരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ ഇപ്പോൾ 10 മണി 10:30 ആവുമ്പോൾ തന്നെ അധികമാരും, അതായത് ഇവിടെ വരുന്ന ആളുകളെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം പങ്കാളിത്തം ഈ സമരത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്യാവശ്യം ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ജോലിക്ക് യൂണിയൻ ഈ സമരത്തിന് ഒറ്റുകൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന നാൾ മുതൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കുന്ന നടപടി തുടരുകയാണ്. ക്ഷാമബത്ത കുടിശ്ശികയാണ് 7 ഗഡു കുടിശ്ശികയായിരിക്കുന്നു. ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ ജനുവരി മാസം പ്രഖ്യാപിക്കുന്നതോടുകൂടിയിട്ട് പുതിയ കുടിശ്ശിക വരും. കഴിഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക അനുവദിച്ചിട്ടില്ല. 2024 ജൂലൈ മാസം 1-ാം തീയതി സംസ്ഥാന ജീവനക്കാർ പുതിയ ശമ്പള പരിഷ്കരണത്തിനുള്ള അർഹത നേടിക്കഴിഞ്ഞു. ഇവിടെ ശമ്പള പരിഷ്കരണ നടപടികൾക്ക് പ്രാരംഭമായ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഇത് കേരളത്തിലെ സെറ്റോ പ്രസ്ഥാനങ്ങൾ, അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ജനാധിപത്യ വിശ്വാസികളായ സർക്കാർ ജീവനക്കാരുടെ കോർഡിനേഷനാണ് സെറ്റോ. ഞങ്ങൾ കഴിഞ്ഞ 8.5 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്.